ഇയാളെ ലൈവിൽ കൊണ്ടുപോയി ഹാപ്പിനെസ് സീക്രട്ട് കിട്ടും. മിഥുൻ അണ്ണനെയും കൊണ്ടു ഇയാളൊക്കെ പക്ഷെ മിഥുൻ അണ്ണൻ വേണ്ട മോനെ. രംഗണ്ണൻ കാസർഗോഡ് കണ്ടത് കണ്ടല്ലോ മുത്ത്. Who is the most talented rival player you've played against this season? Now, obviously, you've played against some unbelievable footballers, but is there one player that stood out that when you got on the pitch you thought, this guy's got it? Yeah, but I'd have to say Neymar is unbelievable what he does every game, and he decides a game on his own sometimes. Yeah, one of the best players in the world. Neymar! Let's go! Who is Neymar! Maman Gaming. Okay. സ്നൈപ്പർ ഷോട്ട് അടിപൊളിയായിട്ടായിരിക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. 45 രൂപ through Google Pay. When should I come? Bye, padara. കോണ്ടാക്ട് മാക്കിനെ കോണ്ടാക്ട് മാക്ക് അഡ്രസ് തരും. ഒന്നിച്ച് കളിക്കാം. കളിക്കാൻ ആളില്ലേ ഞാൻ നിൽക്കാം. അടാ ഈ പ്രായത്തിന് എന്നെ എയിമാന്നില്ലടാ ഇയാൾക്ക്. എത്രടാ 40 കൂടുതലില്ലേ വയസ്സ്? എന്റെ മോനെ. അവണോ ആരാണോ പ്രൊഫഷണൽ. ഈ സോങ് ഡാൻസ് കളിക്കോ കേട്ടാ? ബേബി ഡോൾ ഇതെല്ലാം 100 പ്രാവശ്യം ഡാൻസ് കളിച്ചിരുന്നു. പുതിയ ആരെങ്കിലും പറ. സൈമൺ. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോടാ. ഒപ്പം നടക്കുന്നവർക്ക് ദിവസക്കൂലിയാണോ മാസ ശമ്പളം? അടക്ക ആരും മൈൻഡ് ആക്കുന്നില്ലടാ പാവം. മല്ലൂർ യൂണിവേഴ്സിറ്റി ഇതെല്ലാം കേട്ടതാ. എടാ ഇതെന്താ ട്രോൾസ് മൊത്തം കേട്ടതും കണ്ടതും തന്നെ പിന്നെയും വരുന്നത്? എന്താ സംഭവം? എന്താ പാലാപ്പള്ളി തിരുപ്പള്ളി തികളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി തുകളേറും രാക്കുളി നാളാണേ. ഇതിന്റെ ബാക്കിത്താടാ. എടാ പ്ലീസ് എടാ ആരെങ്കിലും ഇതിന്റെ ബാക്കി കൊണ്ടുത്താടാ. എനിക്ക് കേൾക്കണോടാ. എനിക്ക് ഇതിന്റെ ഫുൾ വേർഷൻ എനിക്ക് സ്പോട്ടിഫൈയില് വേണം. എനിക്ക് നാളെ സ്പോട്ടിഫൈയില് വേണം. എനിക്ക് നോക്കട്ടെടാ. എനിക്ക് ആ ഉള്ള ഭാഗം ഒന്നുകൂടി കേൾക്കട്ടെ. പാലാപ്പള്ളി തിരുപ്പള്ളി തികളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി തുകളേറും രാക്കുളി നാളാണേ. അതാ കോൺഫിഡൻസ് ആണ് അത് പാടാന് ചങ്ങായിക്ക്. എടാ നീ പ്രേമിക്കണമെങ്കിൽ പ്രേമിച്ചോ, പക്ഷെ സൗന്ദര്യം നോക്കി പ്രേമിക്കരുത്. അവളുടെ സ്വഭാവം നോക്കി പ്രേമിക്കണം. മനസ്സിലായോ? സോറിടാ. ിടുന്നവർ കലമ്പമാൾക്കും കണ്ണീരിമാൾക്കും കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പരാഗേ വേണ്ടതില്ല. ഇവൻ ലാസ്റ്റ് ന്യൂസല്ലേ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഇവന്റെ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ടില്ലേ? ഇത് ഇങ്ങനെയുള്ളവർക്ക് ആരാടാ വളം കൊടുക്കുക? ഇനി ഞാൻ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇവര് പിന്നെയും പാടുന്നത്. ഇനി ഞാനായിരിക്കും തെറ്റുകാരൻ. മയില് ഇതെന്താ ചെയ്യേണ്ടതപ്പോ? ഞാൻ
കോൾ മിഥുൻ അണ്ണൻ, കോൾ മിഥുൻ. എടാ പോയാട്ട ബായി കൂട്ടിരും മുണ്ടാണ്ട്. കോൾ മിഥുൻ അണ്ണൻ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. ഉടച്ച് കൈ തരാ. തേങ്ങ ഉടക്കാൻ അറിയാം. കളിക്കുമ്പോൾ കണ്ണനെ പിടിച്ചാൽ കിട്ടൂല. കോൾ ഇതൊക്കെ എല്ലാരും കോൾ പറയാൻ നിൽക്കുന്നത്. ഒന്ന് വിളിച്ചോക്കാം. വിളിക്കാം. ഓക്കെ. അണ്ണനുള്ളത് ഫോളോ ചെയ്താലും എന്തെങ്കിലും കോൾ ചെയ്യാൻ പറ്റും. എടാ അൺഫോളോ ചെയ്യാൻ ഓർമ്മിപ്പിക്കണേ, മറന്നുപോയി. ഓ ഇങ്ങോട്ട് കുറെ കോൾ ചെയ്തില്ല ജനുവരിയില്. ബഗ് ഇതിനങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യു കാൺ മെസ്സേജ് ദിസ് അക്കൗണ്ട് അൺലെസ് ദേ ഫോളോ യു. ഓൻ ഇങ്ങോട്ട് ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സീനുണ്ട്. ആ ക്ലിക്ക് പോലും ആകുന്നില്ലല്ലോ ഇത്. ഫോളോ അടിച്ചു. ഗൈസ്, നമ്മളെല്ലാം പരിചയത്തിൽ ഒരു സെലിബ്രിറ്റി ഉണ്ട്. അൺഫോളോ അടിച്ചു. ഓരോ നമ്പർ ഒപ്പിക്കാം. എങ്ങനെയെങ്കിലും നമ്പർ ഒപ്പിക്കാൻ നോക്കാം. Hey, let's play a mind game. Before that, ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ സുഹൃത്താണ്, സാക്ക് എന്നാണ് ആളുടെ പേര്. ആളൊരു മജീഷ്യനാണ്. ഈ മൈൻഡ് ഗെയിമിൽ ഇദ്ദേഹത്തിന് വലിയൊരു റോളുണ്ട്. അതെന്താ നമുക്ക് പറയാം. ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾ കുറച്ച് എൻവലപ്സ് കാണുന്നില്ലേ, അതിൽ നിന്നും ഏതെങ്കിലും ഒരു എൻവലപ്പ് നിങ്ങൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു അല്ലേ? ഇനി നിങ്ങൾ അതിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരെന്താണോ ആ പേര് നിങ്ങൾ സ്പെല്ല് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ മൂവ് ചെയ്യുക. പേര് ആളൊരു മജീഷ്യനാണ്. ഈ മൈൻഡ് ഗെയിമിൽ ഇദ്ദേഹത്തിന് വലിയൊരു റോളുണ്ട്. അതെന്താ നമുക്ക് പറയാം. ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾ കുറച്ച് എൻവലപ്സ് കാണുന്നില്ലേ, അതിൽ നിന്നും ഏതെങ്കിലും ഒരു എൻവലപ്പ് നിങ്ങൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു അല്ലേ? ഇനി നിങ്ങൾ അതിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരെന്താണോ ആ പേര് നിങ്ങൾ സ്പെല്ല് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ മൂവ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ മൂവ് ചെയ്ത് വേറൊരു എൻവലപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നൗ ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത എൻവലപ്പിൽ ഒരു നമ്പർ കാണുന്നില്ലേ? ഓക്കെ, ആ നമ്പറിനനുസരിച്ച് നിങ്ങൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വേറൊരു എൻവലപ്പ് സെലക്ട് ചെയ്തല്ലേ? ഞാൻ ഈ എൻവലപ്പിനകത്ത് എല്ലാത്തിനകത്തും ഓരോ കാർഡ്സുകൾ ഇട്ടിട്ടുണ്ട്. നൗ ഓക്കെ, ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത എൻവലപ്പിൽ ഒരു കാർഡ് കാണുന്നില്ലേ? ഓക്കെ, ആ കാർഡിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദിസ് ടൈം ഞാനല്ല, ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് സാക്ക് ആണ്. നിങ്ങൾ ഏത് കാർഡാണ് സെലക്ട് ചെയ്തതെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഹേയ് സാക്ക്, ഇവരുടെ മനസ്സിലുള്ള കാർഡ് ഏതാണെന്ന് കാണിക്കുമോ? ഓക്കെ, നൗ വാച്ച്. സാക്കിന്റെ കൈ മുകളിലേക്ക് പോകുന്നുണ്ട്. ഹാറ്റ് എടുക്കാനാണ്. അതെ, ഹാറ്റ് എടുത്ത് നേരെ സാക്കിന്റെ കൈ ഹാറ്റിനുള്ളിലേക്കാണ് പോകുന്നത്. ഹാറ്റിനുള്ളിൽ എന്തോ എടുത്തിട്ടുണ്ട് അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് എ കാർഡ്, റൈറ്റ്? യെസ്, ഇറ്റ്സ് എ കാർഡ്. It's 7 of hearts. സാക്ക് പറഞ്ഞ കാർഡ് ശരിയാണെങ്കിൽ യെസ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടില്ല. ഒന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഓൾഡ് മമ്മു എന്തിനാ തൂക്കിയത്? സർക്കാരിന് നല്ല പൈസ ഓരോന്ന ടാക്സ് അടയ്ക്കുന്നു. ഓരോ പറഞ്ഞ ഓരോ അടയ്ക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്തിനാ കാണാടോ മര്യാദയ്ക്ക് വിട്ടോണ്ടി വരാൻ. ഇനി സർക്കാരിന് ഓൺലൈൻ ക്ലാസ് മുമ്പോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ആക്കൂല. എല്ലാവർക്കും സൈയിട്ട് കയറി നിരങ്ങും. MPD മേലെ വേണ്ടാത്ത പണി ഇരിക്കണ്ട, നിരങ്ങും. കയറി നിരങ്ങും. വീഡിയോ വരുന്നവരാണ് ഉത്തരവാദിത്തമാവും. അതിൽ കുറച്ച് സ്കൂൾ കുട്ടികളുമുണ്ട്, 18 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളുമുണ്ട്. അവർക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അത് അവരുടെ ഭാവിയിൽ ബാധകമുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ
ഫാത്തിമ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇക്ക ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് നായിന്റെ മോളെ, നിന്നെ ഞാൻ മറക്കൂല ചത്താലും. ഇങ്ങനെ ഇങ്ങോട്ട് വരണം. എന്നോട് ആദ്യം അന്ന് ഞാൻ പറഞ്ഞത് നീ ഈ ഭാഗത്തേക്ക് വരണ്ട. ആ അടി ശരിക്കും മമ്മോ ഇത്. എടാ മമ്മോ അടിച്ച് നീയല്ലേ? നീയല്ലേ? അല്ല സർക്കാർ നല്ല പൈസ ഓരോ ടാക്സ് അടയ്ക്കും. ഓരോ നിങ്ങൾക്ക് എന്തിനാ കേടാടോ? മര്യാദ കിട്ടോണ്ടി വരെ. ഇനി സർക്കാർ ഞങ്ങളാക്കൂല. എലി കരയുന്ന പോലെ. അപ്പൊ നിന്റെ സൗണ്ട് നീ അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയുള്ളത്. ആസിഫയാ? ഇതെന്താ അസിഫെ? അസിഫെ എന്താടാ? ഇതെല്ലാരും അസിഫെ ഇൻസ്റ്റ എന്ന് പറയുന്നത്. ആണോ? ഇതെന്താടാ എല്ലാരും അസിഫ എന്ന് പറയുന്നത്? അസിഫി എന്ന് പറയുന്നടാ. എനിക്കറിയില്ല. ഇതാണോ? ഓ ഇത് മറ്റേ ഡാൻസ് കളിക്കുന്നത്. ആ ഇവനാണോ? ചാറ്റ് പറ. യെസ് ഓർണോ? ഓ ഇതന്നെയാണോ? യെസ് ഓർണോ? അനിമെ ഗൂഗിൾ സെർച്ച്. ഇതത് നോക്കാം. ഇതെന്താ സംഭവം ആദ്യം പറ. ആസിഫെ ആരാ? ഫസ്റ്റത്തെ എടുക്ക്. ഫസ്റ്റത്തെ എന്താ? ഇന്ന് ഞാൻ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്താലോ? ഓ ഇതെന്താണ്? സ്ട്രോബെറി ആണല്ലേ? അടിപൊളി. ആൻഡ് 1+1? 1+1 വെയിറ്റ് എടാ 1+1 എത്രയാടാ? ഉറപ്പില്ലേ? ഓക്കെ 2. അതും ശരിയാക്കി. എന്റെ ഭഗവതി, നിങ്ങൾക്ക് യുക്കായിട്ടൊരു വെജിറ്റബിളിന്റെ പേര് മനസ്സിൽ വിചാരിച്ചത്? ആരടുത്തും പറയല്ലേ. പടവലങ്ങ അല്ലെങ്കിൽ കുക്കുംബർ വിചാരിച്ചില്ലേ? നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വെജിറ്റബിളിന്റെ പേര് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്യണം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ ആയിരിക്കും. ക്യാരറ്റും അല്ല തക്കാളിയും അല്ല. ഇല്ല കറക്റ്റ് അല്ല ചേട്ടാ. കറക്റ്റ് ആണെങ്കിൽ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്യണം. ഒന്നുകൂടി വേറെ ചോദിക്ക്. ഇതെന്താണ്? തീവണ്ടി ഫയർ എഞ്ചിൻ. അടിപൊളി. ആൻഡ് 1+1? 2. അതും ശരിയാക്കി. നിങ്ങൾ ക്യുക്കായിട്ടൊരു ഫ്രൂട്ടിന്റെ പേര് മനസ്സിൽ വിചാരിച്ചേ? പഴം. സോറി പഴം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ആപ്പിൾ അല്ലേ? ആപ്പിൾ ആണെങ്കിൽ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്യണം. ഏതാണ് ഈ കുണ്ണകള്? ഇങ്ങനെ കൊറേ ഉണ്ടല്ലോ ഇപ്പൊ കൊറേ ഉണ്ടല്ലോ ഇങ്ങനെ. ആപ്പിള് മുന്തിരി അതൊക്കെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ഇവരെ ഇങ്ങനെ എനക്കൊന്ന് ഇവര് കുനിഞ്ഞു കൊടുക്കാൻ റെഡി ആവണ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇപ്പൊ. എനിക്ക് അടുത്തോട്ട് ശ്രീരാമൻ ഒന്നാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിനൊരു പടി കടന്നയ്യ. കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനോ സജറ സവേര മേരെ തൻ ബർസെ കജറ അന്ധേര തേരി കൺഫേം
സമയത്രേ 10:54. ഓക്കെ താങ്ക്സറാ ഓർമ്മിപ്പിച്ചതിന് നന്ദി. 6 മിനിറ്റും കൂടി 6 മിനിറ്റ് കഴിഞ്ഞാൽ ഇന്ന് രാത്രി വാഴത്തപ്പിൽ ഇവന്റെ കൂടെ നടക്കുന്ന കുറെ തീട്ടങ്ങളൊക്കെ ഉണ്ട്. കുണ്ടിത്തമ്പി മറ്റേ സാമാനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ കൈ ഇല്ലാത്തവൻ കൈ കെട്ടി വെച്ചിട്ട് അടിക്കുന്ന സംഭവമാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. എന്നിട്ട് ഇമാതിരി പരിപാടി. എനിക്കോണ് ഇവൻ കൊണ്ട് കൊടുക്കുന്ന സാമാനമാണ് ഇവളൊക്കെ ഇട്ടുണ്ട് നടക്കുന്നത്. ഇവന്റെ കൂടെ കുറെ എണ്ണം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കോണ് ഇവനും കള്ളനാണ്, എനിക്കോണ് ഇവളുമാരത്തെയും കള്ളികളാണെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ലക്ഷറി ലൈഫൊക്കെ അവിടെ. ഒരു കടയിട്ടിട്ട് കണ്ടവന്റെ സാമാനം പോയി കട്ട് തിന്നലാണ്. ഇതിനെക്കാട്ടി പോയി ചത്തോന്റെ ഊമ്പിക്ക് വിടറ നിനക്കൊക്കെ. ഒന്നും തോന്നല്ലേ കേട്ടോ. സത്യമായിട്ട് ഇവനെ പോലുള്ള കള്ളന്മാരെയൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ നാണക്കേടാണ്. അല്ലാത്ത വൃത്തികെട്ട നാറി പോയി ചത്തൂടെ നിനക്ക് ഇങ്ങനെ ആൾക്കാരുടെ സാമാനം കക്കാൻ പോണേനെ കാട്ടി. എന്താണ് എന്നിട്ട് കാണിച്ചു കൂട്ടണൊക്കെ കാണും. ഇതൊക്കെ കറാമ വൈബ്. ആ ദുബായ് തന്നെ ഈ തീട്ടങ്ങൾ കാരണം നശിച്ചു. സത്യമായിട്ട് ആ ദുബായിൽ ഇവനൊക്കെ കാരണം ഫുള്ള് നശിച്ചിരിക്കണം. അങ്ങനെ നമ്മുടെ ദുബായിലെ കുണ്ടൻ ജാസി കള്ളൻ ജാസി എന്ന പേരിൽ അറിയപ്പെടും. സത്യം പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്തൊരു പാവം സാധാരണക്കാരനാണ്, ഒരു പ്രവാസിയാണ് ഇത് ചെയ്തത്. പൈസ ഇല്ല, ജോലിയില്ല. ഇങ്ങനത്തെ ഒരു കള്ളത്തരം ചെയ്താൽ നമുക്ക് വിചാരിക്കാം ഓക്കെ ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്തു പോയതാണെന്ന് വിചാരിക്കാം. ഇത് തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ട്. കഴപ്പ് മൂത്തിട്ട്. അതായത് കടയുണ്ട്, ഷോപ്പിൽ സ്വന്തമായിട്ട് കടയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാ തന്തയില്ലായ്മ തരവും ഈ കുണ്ടൻ ജാസിയുടെ ടീമും കുണ്ടിത്തമ്പി അങ്ങനത്തെ ടീമുകളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടാക്കാൻ നമ്മൾ കാണുന്നുമുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മുമ്പ് അടികിട്ടിയ കഥയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മറ്റേ നമ്മളെ ആഷിക്ക് അതായത് ഇവൻ്റെ പിന്നാമ്പുറം തേടി നടക്കുന്നവൻ അടികിട്ടിയ കഥയൊക്കെ അറിയാമല്ലോ. ഇതിപ്പോൾ മെനഞ്ഞാന്ന് ലുലൂല് എന്തെന്ന് മോല്ല ഷാർജയിലെ ലുലൂല് ഇവനൊരു ഷോപ്പുണ്ടല്ലോ. അവിടെ ലുലൂല് ഉള്ളിൽ പോയിട്ട് അവിടുത്തെ മറ്റേ ക്യാൻറ്റീനിൽ പോയിട്ട് എന്താക്കി അടി എന്താ ബാക്കി ഇടാണ്ട് കഷ്ണം ഇട്ടിട്ട് പോകുന്നാരടാ മയിലുകളെ. എന്ത് സംഭവം, എന്താ ഇവൻ കട്ടത് കുണ്ണ കട്ടത് ഊമ്പിട്ട് ഓടി എന്താ സംഭവം, എന്താ തെറ്റെന്ന് പറ, എന്താ ചെയ്തത്? ജാസ്മിനേത് ഇവളാരോ ദുനിയാവോ എന്റെ നെഞ്ചോരം വന്ന് ചിരി തൂകുന്ന പെണ്ണിവളാരോ ആരോ ആരോ ഉള്ളിലെന്തോ മുഹബത്ത് വിരിയണ് കൂടെ കാണാൻ ഉള്ള പിടയ്ക്കണ്. എന്തെല്ലാം കുത്തിപ്പൊക്കലാവുന്നത്. സെർച്ച് ആനിമേ ഓൺ ആനിമയോ ആനിമയാണോ അതോ ഹനിമിയോ? HANIMEE അതെന്താടാ? വാച്ച് ഫ്രീ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആനിമേ XXX മൈര എടാ കുണ്ണേ, എന്താടാ ഇത്? എന്താടാ നീ എല്ലാം കാണിച്ചത്? എൻ്റെ ബാനാക്കാൻ എൻ്റെ ലൈവ് കുണ്ണകള്. പാട്ടിപ്പൂറി മക്കളെ. 11 11 അവിടെ 2 മിനിറ്റ് കൂടി 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 11. ഇപ്പോഴേ കയറി ഇരിക്കാല്ലേ, കുറച്ച് പങ്ക്ച്വലാന്ന് വിചാരിച്ചോട്ടെ. സമയത്തിൻ്റെ എല്ലാം കാര്യത്തിൽ ഞാൻ കുറച്ച് മാറിപ്പോയി. അല്ല ഇതല്ല മറ്റേത്.